നിങ്ങൾ ആ ഒരു ചിത്രം ഓർക്കുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഒന്നുമില്ല എന്ന് തോന്നുന്ന, എന്നാൽ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും അർത്ഥമുള്ള ആ ചിത്രം. ഒരു സൂര്യരശ്മിയിൽ തങ്ങി നിൽക്കുന്ന ഒരു നേർത്ത നീലപ്പൊട്ട്. കോൾ സാഗൻ എന്ന മഹാനായ മനുഷ്യൻ ആ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാ മനസ്സിലിങ്ങനെ മായാതെ കിടക്കുന്നുണ്ടായിരിക്കണം. അവിടെ നോക്കൂ, അതാണ് ആ ഇടം, അതാണ് നമ്മുടെ വീട്, അത് നമ്മളാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും, നിങ്ങൾക്കറിയാവുന്ന എല്ലാവരും, നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവരും, എക്കാലത്തും ജീവിച്ചിരുന്ന ഓരോ മനുഷ്യനും അവരുടെ ജീവിതം ജീവിച്ചു തീർത്തത് ആ മൺതരിയിലാണ്. ആ ഒരൊറ്റ ചിത്രം മതിയായിരുന്നു ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ എത്ര ചെറുതാണെന്നും നമ്മുടെ ഈ കൊച്ചു വീട് എത്ര അമൂല്യമാണ് എന്നും നമ്മളെ തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ. ആ ചിത്രത്തിന് ശേഷം ആ കണ്ണുകൾ എന്നേക്കുമായിട്ടങ്ങ് അടഞ്ഞു. പക്ഷേ ഒന്ന് സങ്കല്പിച്ചേ, നാസ ഇന്ന് പറയുകയാണ് വോയേജറിൻ്റെ ക്യാമറകൾ നമ്മൾ വീണ്ടും ഓൺ ചെയ്യാൻ പോവുകയാണ് ഒരു പുതിയ ചിത്രം എടുക്കാൻ. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ അതിനുള്ള ഉത്തരം സത്യം പറഞ്ഞാൽ ഒരേ സമയം നമ്മളെ നിരാശപ്പെടുത്തും, അതേസമയം അതിഗംഭീരമാണ്. ഐ തിങ്ക് കണ്ണു തുറക്കുമ്പോൾ, ക്യാമറ ഓണാക്കുമ്പോൾ അവ കാണുന്നത് ഒന്നുമില്ലായ്മയായിരിക്കും, കട്ട പിടിച്ച ഇരുട്ട് മാത്രം. കാരണം അവിടെ കാണാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവയുടെ കണ്ണുകൾ 30 വർഷങ്ങൾക്ക് മുൻപ് മനഃപൂർവ്വം എന്നേക്കുമായി അടച്ചു പൂട്ടിയതാണ്. അതൊരു അപകടമൊന്നും ആയിരുന്നില്ല, അതൊരു പരാജയമല്ല. ദാറ്റ് വാസ് എ ബ്രേവ് ഡിസിഷൻ, ഒരു ത്യാഗം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കാര്യം തിരിച്ചറിയണം. വോയേജർ ദൗത്യം ഒന്നല്ല, രണ്ടാണ്. 2 ഭാഗങ്ങളുള്ളൊരു വലിയ കഥ. അതിലെ ആദ്യ ഭാഗം കാഴ്ചകളുടേതായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ 2ാം ഭാഗമാണ്. അത് കാഴ്ചയുടേതല്ല, മറിച്ച് തൊട്ടറിയലിൻ്റെയും കേൾവിയുടെയും ഒക്കെ ഒരു ദൗത്യമാണ്. 1990 വാലന്റൈൻസ് ഡേ ദിവസം സൗരയൂഥത്തിൻ്റെ അതിരുകളിൽ നിന്നും വോയേജർ 1 ഇരുട്ടിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന വഴിയെ സ്വന്തം വീടായ ഭൂമിയിലേക്ക് എന്നേക്കുമായിട്ട് അവസാനമായി നോക്കി. എന്നിട്ട് ഹൃദയത്തിൽ തൊടുന്ന ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം കൺട്രോൾ റൂമിൽ നിന്നും കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരേക്ക് ഒരൊറ്റ കമാൻഡ് പോയി. ആ കമാൻഡിൽ വെറുതെ ക്യാമറ ഓഫ് ചെയ്യുകയായിരുന്നില്ല. അത് വളരെ സിമ്പിളാണല്ലോ, എപ്പോൾ വേണമെങ്കിലും ഓൺ ചെയ്യാമല്ലോ. പക്ഷേ ഇവിടെ അതായിരുന്നില്ല സംഭവിച്ചത്. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം ആ പേടകങ്ങളുടെ പവറായിരുന്നു. ഈ പേടകങ്ങൾ പ്രവർത്തിക്കുന്നത് സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ടല്ല, പാനലൊന്നുമില്ല, ചിത്രം നോക്കിയാൽ അറിയാം. അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് സൂര്യപ്രകാശം ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവയ്ക്കുള്ള പ്രവർത്തനം നടക്കുന്നത് പ്ലൂട്ടോണിയം എന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥം പതിയെ പതിയെ ദ്രവിച്ചുണ്ടാകുന്ന ചൂടിൽ നിന്നാണ്. ഈ ന്യൂക്ലിയർ ബാറ്ററികൾക്ക് വിക്ഷേപണ സമയത്ത് ഏകദേശം ഒരു 470 വാട്ട്സ് പവർ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിലെ പഴയ മഞ്ഞ ലൈറ്റ് ഇല്ലേ, 100 വാട്ട്സിൻ്റെ, അതൊരു 3-4 കത്തിക്കാനുള്ള പവറുണ്ട്. പക്ഷേ ഈ ബാറ്ററികൾ കാലക്രമേണ ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഓരോ വർഷവും ഏകദേശം 4 വാട്ട്സ് പവർ ടോട്ടലിൽ നിന്ന് ഇങ്ങനെ കുറയും. പതിയെ പതിയെ സംഭവിക്കുന്ന ഇതിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്ന് ചാർജ് തീരുമെന്ന് പൂർണ്ണമായിട്ട്. ഒരുപാട് പവർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്യാമറ. അതിലും പ്രധാനമായിട്ട് കൊടും തണുപ്പിൽ ഇതിൻ്റെ ഉപകരണങ്ങൾ തണുത്തു പോകാതിരിക്കാൻ ആവശ്യമായിട്ട് ഒരു ഹീറ്ററും അതിൽ പ്രവർത്തിക്കും. അപ്പോൾ ക്യാമറയും ഹീറ്ററും സത്യത്തിലൊരു ലക്ഷറിയാണ്. നക്ഷത്രങ്ങൾക്കിടയിലെ ആ നീണ്ട തണുത്ത രാത്രി അതിജീവിക്കാൻ വോയേജറുകൾക്ക് കിട്ടുന്ന ഓരോ തുള്ളി പവറും നമ്മൾ ലാഭിക്കണം. ശൂന്യതയെ തൊട്ടറിയാൻ സഹായിക്കുന്ന പ്ലാസ്മ ഡിറ്റക്ടറുകൾക്കും കോസ്മിക് റേ സെൻസറുകൾക്കും വേണ്ടി നമ്മൾ പവർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്നാൽ ഇവിടെ രണ്ടാമതെടുത്ത മറ്റൊരു കാരണമാണ് ഈ ഒരു തീരുമാനത്തെ എന്നേക്കുമായിട്ട് ഉറപ്പിച്ചത്. പേടകത്തിൻ്റെ പഴഞ്ചൻ കമ്പ്യൂട്ടറിലെ അമൂല്യമായ മെമ്മറി ലാഭിക്കാൻ വേണ്ടി എഞ്ചിനീയർമാർ ക്യാമറ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിന് എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. അത് ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ് അയച്ചു. അത് വെറുതെ ഒരു ലൈറ്റ് ഓഫ് ചെയ്യുന്ന പോലെയല്ല, മറിച്ച് ആ ഉപകരണത്തിൻ്റെ മുഴുവൻ വയറിങ്ങും വലിച്ച് പൊട്ടിച്ച് അതെങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്ന ബ്ലൂ പ്രിൻ്റ് തന്നെ മായ്ച്ചു കളയുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ലിറ്ററലി ഇവിടെ സംഭവിച്ചത് കോഡ് ഡിലീറ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പവറും ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ അവിടേക്ക് അയക്കാൻ കഴിഞ്ഞാൽ പോലും കാര്യമില്ല. കാരണം 1970-കളിലെ ആ ചിത്രങ്ങൾ ഡീകോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറും ഇന്നില്ല. അവയെല്ലാം ഇന്ന് പാഴ്വസ്തുക്കളോ മ്യൂസിയം പീസുകളോ ഒക്കെയാണ്. പോരാത്തതിന് 35 വർഷത്തിലേറെയായി ബഹിരാകാശത്തെ ആ കൊടും തണുപ്പിൽ കഴിഞ്ഞ ക്യാമറയുടെ ഭാഗങ്ങളെല്ലാം തണുത്ത് ഉറഞ്ഞ് ചിലപ്പോൾ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. സോ അതിനെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് തലമുറകളോളം നൈട്രജനിൽ മുക്കി വെച്ച് തണുപ്പിച്ച ഒരു കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. പഴയ ദൗത്യത്തിൻ്റെ കണ്ണുകൾ അടച്ചത് പുതിയൊരു ലോകത്ത് പേടകത്തിൻ്റെ മറ്റ് ഇന്ദ്രിയങ്ങളുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് എന്ന് പറയാം. പക്ഷേ നമ്മൾ മനുഷ്യർ കാഴ്ചയുടെ ജീവികളാണ്. നമുക്ക് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊന്ന് സങ്കല്പിക്കാം, ഇമേജിൻ ചെയ്യാം ആ കാഴ്ച എങ്ങനെയായിരിക്കും. ഇപ്പോൾ 2025 അവസാനത്തിൽ വോയേജർ 1 ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ 169 ഇരട്ടി ദൂരെയാണ്. ആ ഭീമമായ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സൂര്യൻ, അതായത് ജീവൻ്റെ ഉറവിടമായ ഈ
സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം അത് വെറും ഒരു നക്ഷത്രമായി മാത്രമേ കാണാൻ പറ്റൂ. അതെ, ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ളൊരു നക്ഷത്രം. വലിപ്പം വളരെ കുറവായിരിക്കും, പക്ഷേ ഒരു നിലാവിൻ്റെ പ്രകാശം കിട്ടുന്ന വെറും ഒരു പ്രകാശബിന്ദു. ആകാശത്ത് ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രം. നമ്മൾ എന്നും കാണുന്ന സൂര്യൻ എന്ന് പറയുന്ന രാശി അവിടെ ഇല്ല. പേടകത്തിലെത്തുന്ന പ്രകാശം ഞാൻ പറഞ്ഞല്ലോ, നിലാവുള്ള രാത്രിയിലുള്ള പ്രകാശം മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയോ വ്യാഴമോ അതൊന്നും കാണാൻ പറ്റില്ല. പൂർണ്ണമായും അതൊക്കെ അദൃശ്യമാണ്. മാതൃനക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ മുങ്ങിപ്പോയ മറന്നുപോയ പൊട്ടുപോലെ. ദ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന ആശയത്തിൻ്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണത്. നമ്മുടെ ലോകത്തിന് മാത്രമല്ല, ഈ സൗരയൂഥം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അത്രത്തോളം പ്രാധാന്യമില്ലാത്തതാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ബാക്കിയുള്ള കാഴ്ചയോ അത് പ്രപഞ്ചത്തിൻ്റെ വിശാലമായ കാഴ്ചയാണ്. അത് അതിമനോഹരമായിരിക്കും. വോയേജറുകൾ ഇപ്പോൾ ഹീലിയോസ്ഫിയർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ സൂര്യൻ ഊതി വീർപ്പിച്ച ഒരു വലിയ കുമിള. അതിനകത്ത് സൂര്യനിൽ നിന്നുള്ള കാറ്റും പൊടികളും ഒക്കെ ഉണ്ട്. ഈ കുമിളയ്ക്കുള്ളിൽ പൊടിപടലങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം കാരണം ഒരു നേരിയ തിളക്കമുണ്ട്. അത് ഗാലക്സിയുടെ യഥാർത്ഥ കാഴ്ചയെ ഒരു പരിധിവരെ മറയ്ക്കുന്നുണ്ട്. പക്ഷേ വോയേജറുകളടുത്ത് ആ ഒരു മൂടൽ മഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയെ ഒരു തരി പോലും മാലിന്യമില്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ നമുക്ക് പറ്റും. അതേ ഗാലക്സി തന്നെയാണ് കൂടുതൽ വ്യക്തതയോടെയും നിശ്ചലതയോടെയും ഒരു കറുപ്പിൻ്റെ ക്യാൻവാസിൽ വരച്ചതുപോലെ നമുക്ക് കാണാം. ഈ പുതിയ ദൗത്യം വോയേജർ ഇൻ്റർസ്റ്റെല്ലാർ മിഷൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ശാസ്ത്രജ്ഞർ ദശാബ്ദങ്ങളായി സംസാരിച്ചിരുന്ന ഏകദേശം ഒരു 2025 ഒരു കാലഘട്ടം, അത് ഭാവിയിലെ സംഭവമല്ല, നമ്മളിപ്പോൾ ജീവിക്കുകയാണ്. ഇത് അവസാനത്തിൻ്റെ തുടക്കമാണ്. 2024 25 പ്രധാനപ്പെട്ട പല ഉപകരണങ്ങളും ഗവേഷകർ ഓഫ് ചെയ്യാൻ തുടങ്ങി. 2024 സെപ്റ്റംബറിൽ വോയേജർ 2 പ്ലാസ്മ സയൻസ് ഉപകരണം ഓഫ് ചെയ്തിരുന്നു. അതൊരു വലിയ നഷ്ടമാണ്. കാരണം വോയേജർ 1 ഇതേ ഉപകരണം 1980 തന്നെ പ്രവർത്തനരഹിതമായിരുന്നു. അതുകൊണ്ട് പതിറ്റാണ്ടുകളായി നക്ഷത്രങ്ങൾക്കിടയിലെ പദാർത്ഥങ്ങളെ നേരിട്ട് തൊട്ടറിഞ്ഞ അതിൻ്റെ വേഗതയും താപനിലയും അളന്ന ഒരേ ഒരു ഉപകരണം അതായിരുന്നു. ആ സ്പർശനശേഷി ഇപ്പോൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. 2025 ഫെബ്രുവരിയിലും മാർച്ചിലും 2 പേടകങ്ങളിലെയും മറ്റു ഉപകരണങ്ങളും ഒന്നൊന്നായി ഓഫ് ചെയ്തു. അങ്ങനെ ഇന്ദ്രിയങ്ങൾ ഓരോന്നായി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടും അവ മുന്നോട്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വോയേജർ 1 ഇപ്പോൾ 2500 കോടി കിലോമീറ്ററിലധികം ദൂരെ മണിക്കൂറിൽ 61,000 കിലോമീറ്റർ വേഗതയിലധികം വേഗത്തിൽ ശൂന്യതയിലൂടെ കുതിക്കുന്നുണ്ട്. കുറച്ചുകൂടി അടുത്ത് 2100 കോടി കിലോമീറ്റർ ദൂരെ മണിക്കൂറിൽ 55,000 കിലോമീറ്റർ വേഗതയിലാണ് വോയേജർ 2 സഞ്ചരിക്കുന്നത്. 48 വർഷമായി അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇപ്പോഴും നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇതെങ്ങനെ സാധ്യമാകുന്നു? അതിൻ്റെ ഉത്തരം ഭാഗ്യത്തിൻ്റെ ഒരു നിമിഷത്തിലും എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു മാസ്റ്റർ പീസിലുമാണ്. വോയേജർ ദൗത്യം ഉണ്ടാകാനുള്ള കാരണം തന്നെ 175 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു സംഗമമാണ്. 1960കളുടെ അവസാനത്തിൽ ശാസ്ത്രജ്ഞർ ഒരു കാര്യം മനസ്സിലാക്കി. സൗരയൂഥത്തിലെ ഭീമൻ ഗ്രഹങ്ങളായ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ ഒരു പ്രത്യേക രീതിയിൽ ഒരേ രേഖയിൽ വരാൻ പോവുകയാണ്. ഈ അപൂർവമായ സംഗമം അർത്ഥമാക്കുന്നത് ഒരൊറ്റ പേടകത്തിന് ഈ 4 ഗ്രഹങ്ങളെയും സന്ദർശിക്കാൻ കഴിയുമെന്നാണ്. അതും ഗ്രാവിറ്റി അസിസ്റ്റ് എന്ന വിദ്യ ഉപയോഗിച്ച്. അത് മനോഹരമായൊരു തന്ത്രമാണ്. ഒരു ഗ്രഹത്തിൻ്റെ അടുത്തുകൂടി പറക്കുമ്പോൾ അതിൻ്റെ ഭീമമായ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് ഒരു തെറ്റാലിയിൽ നിന്ന് കല്ല് വെച്ചെറിയുന്നത് പോലെ അടുത്ത ഗ്രഹത്തിലേക്ക് കുതിച്ചുയരുക. അത് ഒരു തുള്ളി ഇന്ധനം പോലും കത്തിക്കാതെ. ഈ വിദ്യ ഇല്ലായിരുന്നുവെങ്കിൽ നെപ്റ്റ്യൂണിലേക്ക് നേരിട്ടൊരു യാത്ര ചെയ്യാൻ 30 വർഷം വേണ്ടിവരും. ഈ ഗ്രഹങ്ങളുടെ സംഗമം അത് വെറും 12 വർഷം കൊണ്ട് സാധ്യമാക്കി. പക്ഷേ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈ ഒരു ഐതിഹാസിക ദൗത്യം യഥാർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പായിരുന്നു. യഥാർത്ഥ ഗ്രാൻഡ് ടൂർ പ്ലാൻ ഇതിലും വലുതായിരുന്നു. 4 പേടകങ്ങൾ ഉപയോഗിച്ച് പ്ലൂട്ടോ ഉൾപ്പെടെയുള്ള എല്ലാ പുറം ഗ്രഹങ്ങളെയും അക്കാലത്ത് സന്ദർശിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ 70കളിലെ സാമ്പത്തിക അവസ്ഥയിൽ അത് വളരെ ചെലവേറിയതായിരുന്നു. അതുകൊണ്ട് നാസ ഒരു ചെറിയ പദ്ധതിക്ക് അംഗീകാരം നൽകി. വെറും 2 പേടകങ്ങൾ. അവയുടെ പ്രധാന ലക്ഷ്യം വ്യാഴവും ശനിയും മാത്രം. യുറാനസും നെപ്റ്റ്യൂണും സന്ദർശിക്കുന്നത് ഒരു ബോണസ് ഓപ്ഷൻ മാത്രമായിരുന്നു. എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ പരിഗണിക്കാം. അതുകൊണ്ട് ഈ 4 ഗ്രഹങ്ങളിലൂടെയുള്ള വിജയം യഥാർത്ഥ പ്ലാൻ ആയിരുന്നില്ല, അത് വിജയത്തിനുള്ള ഒരു സമ്മാനമായിരുന്നു. ഇത് ദൗത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ രസകരമായ ഒരു വിരോധാഭാസത്തിന് കാരണമായി. അതായത് വോയേജർ 2 എന്ന് പറയുമ്പോൾ 2ാമത്തെ പേടകമാണല്ലോ. ഇതിനെയാണ് ആദ്യം വിക്ഷേപിച്ചത്. അതും 1977 ഓഗസ്റ്റ് 20. 16 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 5 വോയേജർ 1 വിക്ഷേപിച്ചു. പക്ഷേ 2ാമത് പുറപ്പെട്ട വോയേജർ 1 ആണ് ആദ്യം വ്യാഴത്തിലെത്തിയത്. അത് 1977 ഡിസംബർ 15 അതിൻ്റെ ഇരട്ടയായ വോയേജർ 2 മറികടന്നു, ഓവർടേക്ക് ചെയ്തു. അത് മനഃപൂർവ്വമാണ്. വോയേജർ 2 പതിയെ പോകുന്ന കൂടുതൽ സങ്കീർണമായൊരു പാതയിലൂടെയാണ് അയച്ചത്. കാരണം ശനി കഴിയുമ്പോൾ യുറാനസിലേക്കും നെപ്റ്റ്യൂണിലേക്കും പോകാനുള്ള സാധ്യത നിലനിർത്തുന്ന ഒരേ ഒരു വഴി ആ ഒരു കോംപ്ലക്സ് ആയ റൂട്ടാണ്. വോയേജർ 1 വേഗതയേറിയ എളുപ്പമുള്ളൊരു പാതയിലൂടെ അയച്ചു.
വ്യാഴത്തിനും ശനിയിലുമുള്ള പ്രധാന ലക്ഷ്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതായത് നാസ കൂടുതൽ റിസ്ക് ഉള്ള പക്ഷേ വിജയിച്ചാൽ കൂടുതൽ നേട്ടമുള്ള ദൗത്യത്തെ ആദ്യം അയച്ചു. അതിന് വോയേജർ 2 എന്ന പേര് കൊടുത്തു. എന്നിട്ട് പ്രധാന ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ വേഗതയേറിയ പേടകത്തെ പിന്നാലെ അയച്ചിട്ട് ഓവർടേക്ക് അയച്ചു. ഇതാണ് ബഹിരാകാശത്തിൻ്റെ ലെവലിൽ അന്ന് നാസ കളിച്ച ഒരു മാസ്റ്റർഫുൾ റിസ്ക് മാനേജ്മെൻറ്റ്. ഇനി വോയേജർ കണ്ടെത്തിയ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ അത് പാഠപുസ്തകങ്ങളിൽ പുതിയ അധ്യായങ്ങൾ ചേർത്തതെന്ന് മാത്രമല്ല, പഴയ പുസ്തകങ്ങളെ വലിച്ചെറിഞ്ഞ് പുതിയത് എഴുതാൻ നമ്മളെ നിർബന്ധിതരാക്കി. ഈ പേടകങ്ങൾ നിർമ്മിച്ചത് 5 വർഷം പ്രവർത്തിക്കാനാണ്. പക്ഷേ ശനിക്ക് ശേഷം അവ നിന്നു പോയിരുന്നുവെങ്കിൽ പോലും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി ഈ ദൗത്യം മാറുമായിരുന്നു. വ്യാഴത്തിൽ വെച്ച് ഭൂമിക്ക് പുറത്ത് ആദ്യമായി സജീവമായ അഗ്നിപർവ്വതങ്ങളെ അവർ കണ്ടെത്തി. അയോ എന്ന ഉപഗ്രഹത്തിലാണത് സംഭവിച്ചത്. ജിയോഗ്രഫിക്കലി ജീവനില്ലാത്ത പാറക്കഷ്ണങ്ങൾ എന്ന് നമ്മൾ കരുതിയ ഉപഗ്രഹങ്ങൾക്കും ജിയോഗ്രഫിക്കൽ ആക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലിറ്ററലി ഗ്രഹങ്ങൾക്ക് ഇറ്റ്സെൽഫ് ജീവനുണ്ട് എന്നും അവയിലുള്ള അഗ്നിപർവ്വതങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും മനുഷ്യൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. അവർ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇടിമിന്നൽ കണ്ടു. അതിനു മുമ്പ് അറിയാതിരുന്ന വ്യാഴത്തിൻ്റെ നേർത്ത പൊടി നിറഞ്ഞ വളയത്തെ കണ്ടെത്തി. യൂറോപ്പ എന്ന ഉപഗ്രഹത്തിൻ്റെ ഐസ് പാളികൾക്ക് താഴെ ഒരു ദ്രാവക ജലസമുദ്രമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന നൽകി. പിന്നെയായിരുന്നു ശനി. ഒപ്പം ദൗത്യത്തിൻ്റെ ഗതി നിർണ്ണയിച്ച ഒരു തീരുമാനവും അപ്പോഴായിരുന്നു. ശാസ്ത്രജ്ഞരുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ശനിയുടെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് വോയേജർ 1നെ യുറാനസിലേക്കും നെപ്റ്റ്യൂണിലേക്കും തിരിച്ചുവിട്ട് ഗ്രാൻഡ് ടൂർ പൂർത്തിയാക്കുക. അല്ലെങ്കിൽ ടൈറ്റൻ എന്ന നിഗൂഢമായ ഉപഗ്രഹത്തെ അടുത്ത് കാണാനായി അതിനെ വഴിതെറ്റിച്ച് വിടുക. ഭൂമിയെപ്പോലെ കട്ടിയുള്ള അന്തരീക്ഷമുള്ള സൗരയൂഥത്തിലെ ഒരേ ഒരു ഉപഗ്രഹമായിരുന്നു ടൈറ്റൻ. അവർ ടൈറ്റനെ തിരഞ്ഞെടുത്തു. കാരണം അതൊരു ശാസ്ത്രീയമായിട്ടുള്ള വെല്ലുവിളിയാണെങ്കിലും നല്ലൊരു കാര്യമാണ്, ഒരു 1 വേ ടിക്കറ്റാണ്. ടൈറ്റൻ്റെ അടുത്തേക്ക് പോകാൻ ആവശ്യമായ പാത വോയേജർ 1നെ ഗ്രഹങ്ങൾ പരിക്രമണം ചെയ്യുന്ന തലത്തിൽ നിന്ന് വലത്തോട്ട് തട്ടിത്തെറിപ്പിച്ചാണ് രൂപപ്പെടുത്തിയത്. അതോടെ വോയേജർ 1ന് ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളെ സന്ദർശിക്കാനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞു. ആ നിമിഷം വോയേജർ 1ൻ്റെ വിധി ഒരു ഇൻ്റർസ്റ്റെല്ലാർ യാത്ര സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഗ്രാൻഡ് ടൂർ പൂർത്തിയാക്കാനുള്ള എല്ലാ പ്രതീക്ഷയും അതിൻ്റെ ഇരട്ടയായിട്ടുള്ള വോയേജർ 2ലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. വോയേജർ 2 ആ പ്രതീക്ഷയുമായി 1986 യുറാനസിലെത്തി. മനുഷ്യരാശിയുടെ ആ ഐസ് ഭീമൻ്റെ അടുത്തേക്കുള്ള ആദ്യത്തെയും ഇന്നേ വരെയുമുള്ള ഒരേ ഒരു സന്ദർശനം. ഭൂമിയിലെ എഞ്ചിനീയർമാർക്ക് പേടകത്തെ റീപ്രോഗ്രാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് വളരെ ദൂരെയുള്ള ഇരുണ്ടതും തണുത്തതുമായ അന്തരീക്ഷത്തിൽ കാണാൻ അതിനെ പുതിയ വിദ്യകൾ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 10 പുതിയ ഉപഗ്രഹങ്ങളെയും 2 പുതിയ വളയങ്ങളെയും അത് കണ്ടെത്തി. ഒരു വശത്തേക്ക് ചരിഞ്ഞുരുളുന്നത് പോലെ സഞ്ചരിക്കുന്ന ആ ഗ്രഹത്തിൻ്റെ വിചിത്രമായ കാന്തിക മണ്ഡലത്തെക്കുറിച്ച് പഠിച്ചു. തുടർന്ന് 1989 ഓഗസ്റ്റിൽ അത് നെപ്റ്റ്യൂണിലേക്ക് എത്തിച്ചേർന്നു. സോളാർ സിസ്റ്റത്തിലെ അവസാനത്തെ ഗ്രഹ സന്ദർശനം. അതോടെ യഥാർത്ഥ ഗ്രാൻഡ് ടൂർ എന്ന സ്വപ്നം പൂർത്തിയായി. അവിടെ ഭൂമിയോളം വലിപ്പമുള്ള ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് എന്ന് പേരിട്ടൊരു ഭീമൻ കൊടുങ്കാറ്റിനെ അത് കണ്ടെത്തി. സൗരയൂഥത്തിലെ ഏറ്റവും വേഗതയേറിയ കാറ്റ് നെപ്റ്റ്യൂണിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണിക്കൂറിൽ 2400 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റാണത്. അതിൻ്റെ അവസാനത്തെ പ്രവൃത്തി നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ട്രൈറ്റൻ്റെ അടുത്തുകൂടിയുള്ള യാത്രയായിരുന്നു. അവിടെ സൗരയൂഥത്തിലെ മരവിച്ച അറ്റത്ത് ഏറ്റവും തണുപ്പുള്ള ലോകത്തെ നമുക്ക് കാണാൻ പറ്റി. ഒരു തണ്ണിമത്തൻ്റെ തൊലി പോലെ വിചിത്രമായ പ്രതലമുള്ള ഒരു ലോകം. ഏറ്റവും ഞെട്ടിച്ചത് ആ ഒരു ലോകവും സജീവമായിരുന്നു എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ അല്ല, മറിച്ച് നൈട്രജൻ്റെയും ഐസിൻ്റെയും കറുത്ത പൊടികളുടെയും ഗീസറുകൾ അതിൻ്റെ മരവിച്ച പ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് ചീറ്റുന്നുണ്ടായിരുന്നു. സൂര്യനിൽ നിന്ന് ഇത്രയധികം ദൂരെയാണെങ്കിൽ പോലും സങ്കീർണമായ ഭൗമപ്രവർത്തനങ്ങൾ പോലെ നിലനിൽക്കുന്ന ഒരു ഗോളമാണ് എന്നവർ തെളിയിച്ചു. ഗ്രഹങ്ങളെല്ലാം പിന്നിലായപ്പോൾ വോയേജർ 2 ദൗത്യത്തിൻ്റെ 2ാം ഘട്ടം ഔദ്യോഗികമായി ആരംഭിച്ചു. ദ വോയേജർ ഇൻ്റർസ്റ്റെല്ലാർ മിഷൻ. പുതിയ ലക്ഷ്യം എന്താ? നമ്മുടെ സൂര്യൻ്റെ സ്വാധീനം അവസാനിക്കുകയും വിശാലമായ ഗാലക്സി ആരംഭിക്കുകയും ചെയ്യുന്ന അതിർത്തി കടന്ന് നക്ഷത്രങ്ങളിലേക്കുള്ള മനുഷ്യരാശിയുടെ ആദ്യത്തെ ദൂതന്മാരാവുക എന്നതായിരുന്നു അത്. ആ അതിർത്തി യഥാർത്ഥമാണ്. അതിനെ ഹീലിയോപോസ് എന്ന് വിളിക്കുന്നു. അത് സൂര്യൻ്റെ കുമിളയുടെ അറ്റമാണ്. സൂര്യനിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്ന സൗരവാദം ഒടുവിൽ നക്ഷത്രങ്ങൾക്കിടയിലെ ശൂന്യതയിൽ ഒഴുകി നടക്കുന്ന തണുത്തതും സാന്ദ്രവുമായ ഇൻ്റർസ്റ്റെല്ലാർ മീഡിയവുമായിട്ട് കൂട്ടിയിടിക്കുന്ന സ്ഥലം. 2012 ഓഗസ്റ്റ് 25 വോയേജർ 1 ആ ഒരു കുമിള പൊട്ടിച്ച് പുറത്തു കടന്നു. അത് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായി മാറി. 6 വർഷങ്ങൾക്ക് ശേഷം 2018 നവംബർ 5 മറ്റൊരു ദിശയിൽ സഞ്ചരിക്കുന്ന വോയേജർ 2 അതിനെ പിന്തുടർന്നു. ഇത് സ്ഥിരീകരിക്കുന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. വോയേജർ 1ൻ്റെ പ്രധാനപ്പെട്ട പ്ലാസ്മ ഡിറ്റക്റ്റിംഗ് എക്യുപ്മെൻറ്റ് 1980 തന്നെ പ്രവർത്തനരഹിതമായിരുന്നു. അതിനാൽ അതിന് ആ മാറ്റം നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ല. ശാസ്ത്രജ്ഞർക്ക് 2 പരോക്ഷമായ തെളിവുകളെ ആശ്രയിക്കേണ്ടി വന്നു. ഒന്നാമതായി, മറ്റൊരു ഉപകരണം സൂര്യനിൽ നിന്നുള്ള കണികകളുടെ എണ്ണത്തിൽ പെട്ടെന്നുള്ളൊരു ഇടിവ് കണ്ടെത്തി. അതേസമയം പുറമേ നിന്നുള്ള കോസ്മിക് കിരണങ്ങളുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനവ് രേഖപ്പെടുത്തി. അതായത് സൂര്യൻ്റെ ആ സംരക്ഷണ കവചം നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായിട്ട്, പ്ലാസ്മ വേവ് ഡിറ്റക്ഷൻ ഇൻസ്ട്രുമെൻറ്റ് ചുറ്റുമുള്ള പ്ലാസ്മയുടെ സാന്ദ്രതയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം കണ്ടെത്തി, നേർത്ത വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് നീങ്ങുന്ന പോലെ. ഇത് ശക്തമായ തെളിവായിരുന്നു, പക്ഷേ ഇൻഡയറക്റ്റാണ്.
വോയേജർ 2വിൻ്റെ അതിർത്തി കടക്കലാണ് എല്ലാത്തിനും വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കുന്നത്, തെളിവ് കൊടുക്കുന്നത്. അതിൻ്റെ പ്ലാസ്മ ഡിറ്റക്റ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. 2018 ആ ദിവസം സൗരവാതം കുറഞ്ഞുവെന്ന് ഒടുവിൽ പൂർണ്ണമായും നിലയ്ക്കുന്നത് ആ ഉപകരണം നേരിട്ടളന്നു. നക്ഷത്രങ്ങൾക്കിടയിലെ പദാർത്ഥങ്ങളെ മനുഷ്യൻ ആദ്യമായി നേരിട്ട് സാമ്പിൾ ചെയ്ത നിമിഷമായിരുന്നു അത്. അതോടെ ഒരു കാര്യം ഉറപ്പിച്ചു, നമ്മൾ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലെത്തിയിരിക്കുന്നു. ഇതെല്ലാം ഇപ്പോഴും സംഭവിക്കുന്നു എന്നത് 1970കളിലെ ഡിസൈനിൻ്റെയും ആധുനിക എഞ്ചിനീയറിംഗിൻ്റെയും ഒരു അത്ഭുതമാണ്. ഈ കുറ്റമറ്റ നേട്ടങ്ങൾ കൈവരിച്ച ഓൺബോർഡ് കമ്പ്യൂട്ടറുകൾ ഇന്നത്തെ നിലവാരത്തിൽ വളരെ പരിതാപകരമാണ്. സിസ്റ്റത്തിന് ആകെ 69 കിലോബൈറ്റ് മെമ്മറിയാണുള്ളത്. മെഗാബൈറ്റോ ജിഗാബൈറ്റോ ഒന്നും അല്ല, കിലോബൈറ്റ്. നമ്മുടെ ഫോണിലെ ഒരു ചെറിയ ഫോട്ടോയ്ക്ക് പോലും ഇതിൻ്റെ 100 കണക്കിന് ഇരട്ടി മെമ്മറി ആവശ്യമുണ്ട്. ഡാറ്റ യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ 8 ട്രാക്ക് ടേപ്പ് റെക്കോർഡിലാണ് സംഭരിക്കുന്നത്. എന്നിട്ടും ഈ പുരാതന മസ്തിഷ്കങ്ങൾക്ക് അക്കാലത്ത് വിപ്ലവകരമായ ഒരു കഴിവുണ്ടായിരുന്നു. അവയെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഈ കഴിവാണ് അവയുടെ അവിശ്വസനീയമായ ദീർഘായുസിൻ്റെ രഹസ്യം. പഴയ ഒരു പേടകത്തെ പുതിയ തന്ത്രങ്ങൾ പഠിപ്പിക്കാനുള്ളൊരു കഴിവ്. 5 വർഷം കൊണ്ട് 2 ഗ്രഹദൗത്യം ചെയ്യേണ്ടതിനെ 48 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു നക്ഷത്രാന്തര ഒഡീസിയാക്കി മാറ്റിയത് അങ്ങനെയാണ്. 21ാം നൂറ്റാണ്ടിലെ എഞ്ചിനീയർമാരും അവരുടെ 70കളിലെ ഹാർഡ്വെയറും തമ്മിലുള്ള ആ ബന്ധം കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്രയധികം നിർണായകവും നാടകീയവും ആയിരുന്നില്ല. 2023 നവംബർ 14 വോയേജർ 1 പെട്ടെന്ന് വിവരങ്ങൾ അയക്കുന്നത് നിർത്തി. അത് സൈലൻ്റായി. പൂർണ്ണമായിട്ടല്ല, അതിപ്പോൾ ഒരു സിഗ്നൽ അയക്കുന്നുണ്ടായിരുന്നു, ശൂന്യതയിൽ നിന്നുള്ളൊരു ഡയൽ ടോൺ പോലെ. പക്ഷേ ആ സിഗ്നൽ അർത്ഥശൂന്യമായിരുന്നു. ഭയാനകരമായിട്ടുള്ള 5 മാസത്തേക്ക് ആ പേടകം ബധിരനും മൂകരുമായിരുന്നു. അതിനുശേഷം വിദൂര എഞ്ചിനീയറിംഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നേട്ടം ഉണ്ടായി. 2500 കോടി കിലോമീറ്ററിലധികം ദൂരെ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ഒരു ടീം മാസങ്ങൾ നീണ്ട ഒരു ഇൻ്റർസ്റ്റെല്ലാർ ഡിറ്റക്റ്റീവ് വർക്ക് ആരംഭിച്ചു. കമാൻഡുകൾ അയച്ചും തിരിച്ചു വരുന്ന വികലമായ സിഗ്നലുകളെ വിശകലനം ചെയ്തും അവർ പ്രശ്നം കണ്ടെത്തി. ഡാറ്റ പാക്ക് ചെയ്ത് ഭൂമിയിലേക്ക് അയക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരൊറ്റ മെമ്മറി ചിപ്പ് കേടായതായിരുന്നു കാരണം. ആ ചിപ്പ് നന്നാക്കാൻ പറ്റില്ല. അതിനാൽ അവർ ധീരമായ ഒരു പദ്ധതി തയ്യാറാക്കി. അവർ ഒരു ഡിജിറ്റൽ സർജറി നടത്താൻ തീരുമാനിച്ചു. കേടായ കോഡിനെ ശ്രദ്ധാപൂർവം വേർതിരിച്ച് അതിനെ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് ആ കഷ്ണങ്ങളെ കമ്പ്യൂട്ടർ മെമ്മറിയിലെ മറ്റു ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് സംഭരിക്കാനുള്ള വഴി കണ്ടെത്തി. ഇതൊരു പുസ്തകത്തിലെ കേടായ ഒരു ചാപ്റ്റർ ശരിയാക്കാൻ ആ ചാപ്റ്ററിലെ ഓരോ വാചകങ്ങളെയും വെട്ടിയെടുത്ത് പുസ്തകത്തിലെ മറ്റു ചാപ്റ്ററുകളുടെ സൈഡിലുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ട് ആ വാചകങ്ങളെ എങ്ങനെ പഴയപടി ക്രമത്തിൽ വായിക്കണമെന്ന് ഒരു പുതിയ ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് പോലെയാണ്. 47 വർഷം പഴക്കമുള്ള 69 കിലോബൈറ്റ് മെമ്മറിയുള്ള ഒരു കമ്പ്യൂട്ടറിൽ 2500 കോടി കിലോമീറ്റർ ദൂരെ നിന്ന് അവർക്ക് ഇതെല്ലാം ചെയ്യണം. ഓരോ കമാൻഡിനും പ്രതികരണത്തിനും 45 മണിക്കൂർ യാത്രാ സമയം വേണ്ടി വന്നതിനാൽ ആ പ്രക്രിയ വളരെ സാവധാനത്തിലായിരുന്നു. പക്ഷേ അത് വിജയിച്ചു. 2024 ഏപ്രിൽ 20 അർത്ഥവത്തായ ആദ്യത്തെ സിഗ്നൽ തിരിച്ചെത്തി. ജൂൺ 13 വോയേജർ 1ൻ്റെ 4 ശാസ്ത്രീയ ഉപകരണങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമമായി മാറി. നമുക്ക് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഡാറ്റ വന്നു തുടങ്ങി. ഒരു അവിശ്വസനീയമായ തിരിച്ചുവരവായിരുന്നു അത്. ഈ ദൗത്യം എപ്പോഴും ശാസ്ത്രത്തെയും എഞ്ചിനീയറിങ്ങിനെയും കുറിച്ചുള്ളത് മാത്രമല്ല, അതൊരു കൾച്ചറൽ സ്റ്റേറ്റ്മെൻ്റാണ്. മനുഷ്യൻ്റെ അമൂല്യമായ ഒരു അടയാളം. 2 പേടകങ്ങളുടെയും വശത്ത് ഒരുപോലെയുള്ളൊരു വസ്തു ഘടിപ്പിച്ചിട്ടുണ്ട്. സ്വർണം പൂശിയ ഒരു ചെമ്പ് റെക്കോർഡ്, ദ ഗോൾഡൻ റെക്കോർഡ്. അതൊരു ടൈം ക്യാപ്സ്യൂളാണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു അന്യഗ്രഹ നാഗരികത ഈ പേടകത്തെ കണ്ടെത്തിയാൽ അവർക്കുള്ള കുപ്പിയിലടച്ച സന്ദേശം. അതിൻ്റെ ഉള്ളടക്കം തിരഞ്ഞെടുത്തത് കാൾ സാഗൻ്റെ നേതൃത്വത്തിലുള്ളൊരു ടീമാണ്. അത് 1977 ഭൂമിയുടെ ഒരു ചിത്രമാണ്. മനുഷ്യൻ്റെ ശരീരഘടനയും ശാസ്ത്രീയ സമവാക്യങ്ങളും ഭൂമിയിലെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും 115 ചിത്രങ്ങളും അതിലുണ്ട്. കാറ്റിൻ്റെയും കടലിൻ്റെയും പക്ഷികളുടെയും തിമിംഗലങ്ങളുടെയും ശബ്ദമുണ്ട്. 55 വ്യത്യസ്ത ഭാഷയിലുള്ള സംസാരങ്ങളും സംഭാഷണങ്ങളും ഉണ്ട്. കൂടാതെ ബാക്ക് മുതൽ ബിഥോവൻ വരെയും ലൂയിസ് ആംസ്ട്രോങ് മുതൽ ഒരു ബൾഗേറിയൻ നാടോടി ഗാനം വരെയുമുള്ള 90 മിനിറ്റ് നീണ്ട സംഗീതവുമുണ്ട്. ഇത് കണ്ടെത്താനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് സാഗർ തന്നെ അറിയാമായിരുന്നു. അടുത്ത ഒരു നക്ഷത്ര വ്യവസ്ഥയുടെ അടുത്തേക്ക് എത്താൻ പോലും ഈ പേടകങ്ങൾക്ക് 40,000 വർഷം സഞ്ചരിക്കണം. ഈ ഗോൾഡൻ റെക്കോർഡിൻ്റെ യഥാർത്ഥ പ്രേക്ഷകർ മനുഷ്യരാശിയാണെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. നമ്മുടെ ലോകത്തിൻ്റെ കാഴ്ചകളും ശബ്ദങ്ങളും തിരഞ്ഞെടുക്കാനുള്ള ആ പ്രവൃത്തി നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യിക്കാനുള്ള ഒരു അവസരമായി. അതൊരു പ്രതീക്ഷയുടെ പ്രസ്താവനയായിരുന്നു. പിന്നെയായിരുന്നു ആ അവസാനത്തെ ഫോട്ടോ, ദ പെയിൽ ബ്ലൂ ഡോട്ട്. 90-ലെ ആ വാലന്റൈൻസ് ഡേയിൽ അതിൻ്റെ പ്രാഥമിക ദൗത്യം പൂർത്തിയാക്കി സൗരയൂഥത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ വോയേജർ 1 അവസാനത്തെ കമാൻഡായിട്ട് കൊടുത്തതാണ്. കാൾ സാഗൻ നാസയോട് നിരന്തരമായിട്ട് അഭ്യർത്ഥിച്ച പ്രകാരം ആ പേടകം അവസാനമായി ഒരിക്കൽ കൂടി അതിൻ്റെ ക്യാമറകൾ അതിൻ്റെ വീടിന് നേരെ തിരിച്ചു. 600 കോടി കിലോമീറ്റർ ദൂരെ നിന്ന് അത് സൗരയൂഥത്തിൻ്റെ ഒരു ഫാമിലി പോർട്രേറ്റ് സെൽഫി എടുത്തു. ഈ ചിത്രം ഒരു ശാസ്ത്രീയ ആവശ്യമായിരുന്നില്ല, അതൊരു ദാർശനികമായിട്ടുള്ള ആവശ്യം, മീൻസ് ഒരു പെർസ്പെക്റ്റീവാണ്. ആ ഫ്രെയിമുകളിൽ ഒന്നിൽ ഭൂമി ഒരു ചെറിയ പ്രകാശബിന്ദുവായി കാണപ്പെടുന്നുണ്ട്. ഇതേപോലെ ഒരു പിക്സലിൻ്റെ അത്ര പോലും വലിപ്പമില്ലാതെ സൂര്യരശ്മിയിൽ തങ്ങി നിൽക്കുന്ന
ഒരു പൊടിപടലം. ആ ചിത്രത്തെക്കുറിച്ച് സാഗൻ പറഞ്ഞ വാക്കുകൾ ദശാബ്ദങ്ങളായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ആ ഇടം, അതാണ് നമ്മുടെ വീട്, അത് നമ്മളാണ്. അതിൽ നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും, നിങ്ങൾക്കറിയാവുന്ന എല്ലാവരും, നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവരും, എക്കാലവും ജീവിച്ചിരുന്ന ഓരോ മനുഷ്യരും അവരുടെ ജീവിതം ജീവിച്ചു തീർത്തു. ഒരു സൂര്യരശ്മിയിൽ തങ്ങി നിൽക്കുന്നൊരു മണൽത്തരിയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ പരസ്പരം കൂടുതൽ ദയയോടെ പെരുമാറേണ്ടതിൻ്റെയും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുള്ള ഒരേ ഒരു വീടായ ഈ ഇളം നീല ബിന്ദുവിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതിൻ്റെയും ഉത്തരവാദിത്തം അടിവരയിടുന്നു. അതായിരുന്നു വോയേജറിൻ്റെ കാഴ്ചയുടെ അവസാനത്തെ മനഃപൂർവ്വമായ വിടവാങ്ങൽ പ്രവൃത്തി. ഇപ്പോൾ അവരുടെ അന്തിമയാത്ര ആരംഭിക്കുകയാണ്. വോയേജർ ദൗത്യത്തിൻ്റെ അവസാനം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്ന സാവധാനത്തിലുള്ള ഒരു പ്രക്രിയയാണ്. ഏകദേശം 2030 ബാക്കിയുള്ള ഒരൊറ്റ ശാസ്ത്രീയ ഉപകരണവും പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പവർ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ 2036 വരെ പേടകത്തിന് അതിൻ്റെ നിലനിൽപ്പ് അറിയിക്കുന്ന ഒരു ചെറിയ ഹൃദയമിടിപ്പ് സിഗ്നൽ അയക്കാൻ മാത്രമുള്ള വൈദ്യുതി ഉണ്ടായേക്കാം. അതിനുശേഷം എപ്പോഴോ അവസാനത്തെ സിഗ്നലും മാഞ്ഞു പോകും. പേടകങ്ങൾ എന്നേക്കുമായി നിശബ്ദമാകും. പക്ഷേ ഒരിക്കൽ നിശബ്ദമായാൽ അവരുടെ ഭൗതിക യാത്ര തുടങ്ങുന്നതേ ഉണ്ടാവുകയുള്ളൂ. സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായതിലും വളരെ വേഗത്തിലാണ് അവ സഞ്ചരിക്കുക. അതിനാൽ അവ ഒരിക്കലും മടങ്ങി വരില്ല. അവ ആകാശഗംഗ വിട്ടുപോകുന്നില്ല. അവ ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും സ്വന്തമായൊരു പരിക്രമണ പാതയിലേക്ക് പ്രവേശിക്കുകയാണ്. അവ ഇപ്പോഴും നമ്മുടെ സൗരയൂഥം പൂർണ്ണമായും വിട്ടിട്ടില്ല. സൂര്യനെ വലയം ചെയ്യുന്ന ഊർത്ത് ക്ലൗഡ് എന്ന ഭീമാകാരനായ ഹിമപാളികളുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ അവയ്ക്കിനിയും 300 വർഷം വേണ്ടിവരും. പിന്നീട് 10,000 വർഷങ്ങൾ എടുത്താകും അത് ആ ഇരുണ്ട മേഘത്തിലൂടെ കടന്നു പോവുക. അതിനുശേഷം മാത്രമേ അവ യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് സ്വതന്ത്രരായി നക്ഷത്രാന്തര വസ്തുക്കളായി യാത്ര തുടങ്ങും. അവ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ആ ശൂന്യതയിൽ നിശബ്ദരായ അംബാസഡർമാരായി ഒഴുകി നടക്കും. അവ നമ്മളെ എല്ലാം അതിജീവിക്കും. അവരെ നിർമ്മിച്ച ആ വർഗത്തിൻ്റെ നിശബ്ദമായൊരു സാക്ഷ്യപത്രമായി ഒരു ഗോൾഡൻ റെക്കോർഡും വഹിച്ചുകൊണ്ട്. വോയേജർ ദൗത്യം ആരംഭിച്ചത് 2 ഗ്രഹങ്ങളിലേക്കുള്ള 5 വർഷത്തെ ഒരു യാത്രയാണ്. ഇന്നത് 48 വർഷത്തിലധികം നീണ്ട യാത്രയായി പരിണമിച്ചു. സോ താങ്ക് യു നാസ, താങ്ക് യു ഫോർ ദിസ് വോയേജർ മിഷൻ. നമ്മുടെ ജനറേഷൻ ഇങ്ങനെയുള്ള കഥകൾ അറിയാൻ കഴിയുന്ന രീതിയിൽ 48 വർഷം മുമ്പ് ആ ധീരമായ മിഷൻ ആരംഭിച്ചത്. ഇതൊരു ട്രൈബ്യൂട്ടാണ്, ലൈക്ക് എ ഡോക്യുമെൻ്ററി. വോയേജറിനെ എന്നേക്കും മലയാളികളും ഇങ്ങനെ അറിയട്ടെ. സോ നന്ദി, നമസ്കാരം.